മഹാനായ സഅദ് എന്നവരും ഉസ്മാൻ എന്നവരും നടന്നൊരു സംഭവമുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, നമ്മൾ അറിയണം, സ്വഹാബിമാരിൽ നബിയുടെ പുതിയാപ്പിളയാണ്. 4 ഖലീഫമാരിൽ 2 പേർ നബിയുടെ പുതിയാപ്പിളമാരാണ്. 2 പേർ ഹബീബായ നബി തങ്ങളുടെ അമ്മോഷന്മാരാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ എന്നവരും നബിയുടെ അമ്മോഷന്മാരാണ്. സിദ്ദീഖ് എന്നവരുടെ മകൾ ആയിഷ ബീവിയും ഉമർ എന്നവരുടെ മകൾ ഹഫ്സ ബീവിയും ഉമ്മുൽ മുഅ്മിനീനാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീൽപ്പെട്ട നബിയുടെ ഭാര്യമാരാണ്. എന്നാൽ ഹബീബിന്റെ മക്കളെ നബി വിവാഹം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഉസ്മാൻ എന്നവർക്ക്. റുഖയ്യ ബീവി വഫാത്തായതിനു ശേഷം ഉമ്മു കുൽസൂം ബീവിയെ റളിയല്ലാഹു അൻഹുമാ, 2 പ്രകാശത്തിന്റെ ഉടമയാണത്. അലി തങ്ങളെ വിവാഹം ചെയ്തു കൊടുത്തു ഫാത്തിമത്തുസ് സഹ്റാ റളിയല്ലാഹു അൻഹയെ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരുപാട് ചിന്തിക്കുന്ന ആളായിരുന്നു. ചിന്താനിമഗ്നനാണ്, ശാന്ത സ്വഭാവക്കാരനാണ്. ബഹളങ്ങളില്ലാതെ ഒച്ചപ്പാടുകളില്ലാതെ ഇബാദത്തിലായി ജീവിക്കുന്ന ആളാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലയോ സൂറത്തു സുമറിൽ, അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമാ, അമ്മൻ ഹുവ ഖാനിത്, ഇബാദത്തിലായി ജീവിക്കുകയും ആനാ അൽ-ലൈൽ, രാത്രിയുടെ എല്ലാ നിമിഷങ്ങളിലും, സാജിദൻ വഖായിമാ, സുജൂദിൽ കിടന്നും നിന്നുകൊണ്ടും അല്ലാഹുവിനെ ഓർക്കുന്ന, രാവ് മുഴുവനും ഇബാദത്തിൽ ചെലവഴിക്കുന്ന ആള്. യഹ്ദറുൽ ആഖിറത വയർജൂ റഹ്മത റബ്ബി, അല്ലാഹുവിനെ ഭയപ്പെടുകയും ആഖിറം പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ആളുകൾ. യഹ്ദറുൽ ആഖിറ, ആഖിറത്തെ പേടിക്കുകയും, വയർജൂ റഹ്മത റബ്ബി, അല്ലാഹുവിന്റെ റഹ്മത്ത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ആളുകൾ. ദാക ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ദാക ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണ്, അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണെന്ന് നബി തങ്ങൾ പറഞ്ഞ നബിയുടെ ദുന്നൂറൈനിയാണ്, ഹബീബിന്റെ സുഹറാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ചിന്തിച്ചിങ്ങനെ ഇരിക്കുകയാണ്. മാലാഖമാർ നാണിക്കുമായിരുന്നത്രേ ഉസ്മാൻ എന്നവരെ കാണുമ്പോ. ഇൻ അമാ അസ്തഹി മിമ്മൻ യസ്തഹി മിൻഹു മിമ്മൻ തസ്തഹി മിൻഹു മലായികത്തുർ റഹ്മാൻ. ആയിഷ, നീ എന്നോട് ചോദിച്ചല്ലോ, ഉമർ എന്നവരും സിദ്ദീഖ് എന്നവരും കടന്നു വന്നപ്പോ എന്റെ വസ്ത്രം എന്റെ കാൽമുട്ടിൽ, ഞാൻ എന്റെ കാൽമുട്ട് കാണക്കിടക്കുകയും, എന്നാൽ ഉസ്മാൻ എന്നവർ കടന്നു വന്നപ്പോ ഞാൻ എന്റെ വസ്ത്രം നീർത്ത് റെഡിയാക്കുകയും ചെയ്തത് കണ്ടിട്ട് എന്തേ 2 പേര് വന്നപ്പോ ചെയ്യാതിരുന്നത്? ഉസ്മാൻ എന്നവർ വന്നപ്പോ നിങ്ങൾ എന്തേ നബിയെ വസ്ത്രം ഒന്ന് നേരെയാക്കി വെച്ചത്? ആയിഷ, നിങ്ങൾക്കറിയുമോ, അമാ അസ്തഹി മിമ്മൻ തസ്തഹി മിൻഹു മലായികത്തുർ റഹ്മാൻ, കാരുണ്യവാന്റെ മാലാഖമാർ നാണിച്ചു പോകുന്ന ഉസ്മാനിൽ നിന്ന് ഞാൻ നാണിക്കേണ്ടയോ? അതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. സഅദ് റളിയല്ലാഹു അൻഹു മുമ്പിലൂടെ പോകുമ്പോ സല്ലമ അലാ ഉസ്മാൻ എന്നവരോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് സലാം പറഞ്ഞു. ഉസ്മാൻ എന്നവര് സലാം അടക്കുമെന്നാണ് സഅദ് എന്നവർ പ്രതീക്ഷിച്ചത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവര് സലാം അടക്കിയില്ല. ഉസ്മാൻ എന്നവര് സലാം അടക്കിയില്ല. അന്ന് ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. സഅദ് എന്നവരെ പരാതിയുമായി ചെല്ലുന്നു അമീറുൽ മുഅ്മിനീനെ, സലാം അടക്കിയില്ല എന്നോട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവരെ. കാരണം അത് വലിയൊരു കുറ്റമാണ്. സലാം പറയൽ സുന്നത്താണ്, പറഞ്ഞ സലാം മടക്കൽ നിർബന്ധമാണ്. അവിടെ മുഖം കൂർപ്പിച്ച് നടക്കരുത്, അവിടെ മുഖം വീർപ്പിച്ച് നടക്കരുത്. സലാം പറയണം, സലാം മടക്കുകയും ചെയ്യണം. സലാം പറയാതിരിക്കുന്നതും പറഞ്ഞാൽ കേൾക്കാത്ത പോലെ നടന്നു പോകുന്നതും അഹങ്കാരികളുടെ അടയാളമാണ്. അത് ഖൽബിൽ കടകുമണിയോളം ഉണ്ടെങ്കിൽ അല്ലാഹു സ്വർഗം തരില്ലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്മാൻ എന്നവരെ എന്തുകൊണ്ട് മടക്കിയില്ലെന്ന് പിന്നീട് അറിയാൻ പറ്റും. സഅദ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ എന്നവർ സലാം പറയാത്തത് അമീറുൽ മുഅ്മിനീന്റെ മുമ്പിൽ പരാതിയുമായി ചെന്നു. നോക്കണം, ഇസ്ലാമിക ലോകം നീതി എവിടെയാണെങ്കിലും, അത് സ്വന്തം കൂട്ടുകാരിലാണെങ്കിലും അല്ലെങ്കിലും ഈ ഉമ്മത്തിൽ സലാം പറയണം.
സലാം മടക്കണം. സലാം മടക്കാതിരുന്നതിൽ സങ്കടപ്പെട്ടുകൊണ്ടാണ് സഅദ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുന്നത്. യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനേ, സഅദ് എന്നവർ പറഞ്ഞു, ഞാൻ നടന്നു പോയപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവർ അവിടെ ഇരിക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഉസ്മാൻ എന്നവർ വഅലൈക്കുമുസ്സലാം എന്ന് എന്നോട് സലാം മടക്കിയില്ല ഉമറേ, സലാം മടക്കിയില്ല ഉമറേ, എന്നോട് സലാം മടക്കിയില്ല. ഉസ്മാൻ എന്നവരെ വിളിച്ചു വരുത്തി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ തങ്ങൾ വന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു. എന്തേ ഉസ്മാനെ, മാ ഹാദാ യാ ഉസ്മാൻ, എന്താ ഉസ്മാനെ സലാം മടക്കാത്തത്? മുഅ്മിനേ, ഈ അസുഖമുള്ള ആളുകൾ ദയവ് ചെയ്ത് ഇപ്പോഴേ അതിന്റെ മരുന്ന് കുടിക്കണം. സലാം മടക്കാതിരിക്കുകയും മുഖം വീർപ്പിച്ച് നടക്കുകയും ചെയ്യുന്ന വല്ല സ്വഭാവവുമുണ്ടെങ്കിൽ അത് ദീനുൽ ഇസ്ലാമുമായി ബന്ധമില്ല എന്ന് മനസ്സിലാക്കണം. അത് നിങ്ങളായിട്ടുണ്ടാക്കുന്ന ഒരു തീരുമാനമാണ്. അല്ലാഹു വ റസൂലുഹു ബരീഉം മിൻ. നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത്. മാ ഹാദാ യാ ഉസ്മാൻ, ഉസ്മാനെ ഇതെന്താണിത്, എന്താണിത്? സലാം മടക്കാതിരിക്കുകയോ? ഉസ്മാൻ എന്നവർ പറയാൻ തുടങ്ങുന്നു. യാ അമീറുൽ മുഅ്മിനീൻ അന വാലിഹ് ഗശിയ ബസ്വരി ഗശാ ബസ്വരി വഖൽബി അംറുൻ അല്ലാഹു അഅലമു ബിഹി. അമീറുൽ മുഅ്മിനീനെ, എന്റെ മനസ്സ് ഞാൻ പോലും അറിയാതെ അശ്രദ്ധമായി പോകുന്നുണ്ട്. എന്റെ കണ്ണുകൾ ഞാൻ അറിയാതെ അടഞ്ഞു പോകുന്നുണ്ട്. എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് അല്ലാഹുവിനെ അറിയൂ ഉമറേ, ഞാൻ അറിഞ്ഞില്ല. എന്നോട് സഅദ് എന്നവര് സലാം പറഞ്ഞത്, സഅദ് റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, ഞാൻ അറിഞ്ഞില്ല അമീറുൽ മുഅ്മിനീനെ, ഞാൻ അറിഞ്ഞില്ല. ഞാനൊരു വല്ലാത്ത ചിന്തയിലായിരുന്നു. മാദാ അദ്ഹലക, ഉസ്മാനെ നിങ്ങൾ എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കാൻ കാരണം? എന്താണ് നിങ്ങളെ വെപ്രാളപ്പെടുത്തിയത്? എന്താണ് നിങ്ങളെ വ്യാകുലപ്പെടുത്തുന്നത്? എന്ത് ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്നത്? മുമ്പിലൂടെ നടന്നു പോകുന്നതും ആളുകൾ സലാം പറയുന്നത് പോലും കേൾക്കാത്ത വിധം നിങ്ങളെ പ്രയാസപ്പെടുത്തിയ ആ വിഷയം എന്താണ് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ ഇനിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേക മുതഅല്ലിമീങ്ങളായ ആളുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളുടെ ഒരു പ്രാധാന്യം, നബി തങ്ങളുടെ വാക്കുകൾ പഠിക്കുന്നതിന്റെ ഒരു പ്രാധാന്യം. മഹാനായ ഉസ്മാൻ എന്നവരെ പറഞ്ഞു, കലിമത്തുൻ സമിഅതുഹാ മിനർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഹഫിൽതുഹാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, നബി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഞാൻ കേട്ടിരുന്നു, പക്ഷേ എനിക്കത് മറന്നുപോയി. ആ വാക്ക് എന്താണെന്ന് ഒരുപാട് കാലമായി ഞാൻ ഓർത്തെടുക്കുന്നു, എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. മുത്തനബി തങ്ങൾ പറഞ്ഞു, മൻ ഖാലഹാ, ആരെങ്കിലും അത് ചൊല്ലുകയാണെങ്കിൽ അദ്ഖലഹുല്ലാഹുൽ ജന്ന, അവർക്ക് അല്ലാഹു സ്വർഗ്ഗം നൽകുമെന്നും വഅൻജാഹു മിനന്നാർ, അവരെ അല്ലാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് നബി തങ്ങൾ പറഞ്ഞ ഒരു ദിക്റുണ്ട്. ഞാനത് കേട്ടിട്ടുണ്ട്, പക്ഷേ മറന്നുപോയി. ഞാനത് ഓർക്കുകയാണ്, ഞാൻ എപ്പോഴും അത് ഓർത്തിരിക്കുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് കേട്ടുപഠിച്ച ഒരു ഹദീസ് മറന്നുപോയതിൽ പിന്നെ സങ്കടത്തിലാണ്, വല്ലാത്ത സങ്കടത്തിൽ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവരെ പറഞ്ഞു, അമീറുൽ മുഅ്മിനീനെ, നബി തങ്ങൾ സ്വർഗ്ഗം കിട്ടാൻ കാരണമായ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമായ ഒരു ദിക്ർ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെനിക്കിപ്പോ ഓർമ്മയില്ല.
മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ ഹാദിഹിൽ കലിമ, സഅദേ അത് നിങ്ങൾക്കറിയുമോ? അതാരെങ്കിലും ചൊല്ലിയാൽ അവർക്ക് സ്വർഗമുണ്ടെന്നും അള്ളാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്നും പറഞ്ഞ ആ ദിക്ർ സഅദേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ ദിക്റിനെ സംബന്ധിച്ച് അതെന്താണ് എന്ന് ഓർത്തെടുക്കാൻ വേണ്ടി ഉസ്മാൻ എന്നവരെ ആലോചിച്ചിരുന്ന നേരത്താണ് സഅദേ നിങ്ങൾ ആ സലാം പറഞ്ഞത്. അത് ഉസ്മാൻ എന്നവർ കേൾക്കാത്തത് കൊണ്ടാണ്. സഅദേ നിങ്ങളോട് പിണങ്ങിയത് കൊണ്ടല്ല, കേൾക്കാതെ പോയതാണ്. ഏതാണ് ആ ദിക്റെന്ന് സഅദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു നൽകുകയാണ്. നമുക്കും അത് പഠിക്കണം. ബൈനമർ റസൂലു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാഹിബുൻ ഇലാ ബൈതിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ഫഇദാ അഅറാബിയുൻ വറാഅഹു യസ്ആ, ഒരു അഅറാബിയായ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്നിലേക്ക് ഇതാ ഓടി വരുന്നു. ഒരു അഅറാബിയായ മനുഷ്യൻ ഓടി വന്നു. ഹബീബ് വീട്ടിലേക്ക് പോവുകയാണ്. അയാൾ വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, അഖ്ബിർനി ബികലിമത്തിൻ തുദ്ഖിലുനിൽ ജന്ന വതുബാഇദുനി അനിൻ നാർ. നബിയേ, നബി വീട്ടിലേക്ക് കയറാൻ പോവുകയാണ്. ഒരു അഅറാബി ഓടി വരുന്നു, റസൂലേ, എനിക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുകയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയും ചെയ്യുന്ന ഒരു ദിക്ർ എനിക്ക് പഠിപ്പിച്ചു തരുമോ നബിയേ എന്ന് ഹബീബിനോട് ചോദിച്ചത് എനിക്കോർമ്മയുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്നേരം നബി തങ്ങൾ പറഞ്ഞു, ഹിയ ദഅവതു അഖീ ദിന്നൂൻ, അതെന്റെ സഹോദരൻ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ദുആയാണ്. യൂനുസ് നബി അലൈഹിസ്സലാം അംബർ വെയിലിന്റെ അകത്ത്, അംബർ തിമംഗലത്തിന്റെ ഉള്ളിൽ 40 ദിവസം താമസിക്കുകയും അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്ത നേരത്ത് ആ മത്സ്യത്തിന്റെ വയറ്റിലുണ്ടായിരിക്കെ എന്റെ സഹോദരൻ ദുന്നൂൻ, ആ മത്സ്യത്തിന്റെ വയറ്റിൽ കടന്ന പ്രവാചകൻ, അതായത് യൂനുസ് ഇബ്നു മത്തായുടെ മകൻ യൂനുസ് അലൈഹിസ്സലാം, ഏത് പ്രാർത്ഥനയാണോ ചൊല്ലിയത് അത് വർദ്ധിപ്പിക്കുന്ന ആളുകൾക്ക് നാളെ അല്ലാഹു സ്വർഗം നൽകുമെന്നും നരകത്തിൽ നിന്ന് മോചനമുണ്ടെന്നും മറ്റൊരിടത്ത് നബി തങ്ങൾ പറഞ്ഞു, ഒരാളുടെയും സങ്കടം, ഡിപ്രഷൻ, മനസ്സിലുണ്ടാകുന്ന ടെൻഷൻ, മനസ്സിലുണ്ടാകുന്ന ആധിയും വ്യഥയും സങ്കടവും ഇല്ലാതെയാവാനും ഈ ദിക്ർ തന്നെ മതിയെന്നും നബി തങ്ങൾ പറയുമായിരുന്നു. സ്വർഗം കിട്ടാനും നരകം രക്ഷപ്പെടാനും അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ചൊല്ലിക്കോളൂ മുഅ്മിനീങ്ങളെ, ഉറക്കെ ചൊല്ലു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഒന്ന് എഴുന്നേറ്റ് 3 തവണ ചൊല്ലു. അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ, അല്ലാഹു നമ്മെ നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സങ്കടവും നമ്മുടെയും നമ്മുടെ സഹോദരിമാർ, നമ്മുടെ കുടുംബം ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ എല്ലാവരുടെയും പ്രയാസങ്ങളെ അല്ലാഹു സലാമത്താക്കി നൽകട്ടെ. അത് ദഅവതു അഖീ ദിന്നൂൻ, എന്റെ സഹോദരൻ യൂനുസ് നബിയുടെ ദുആയാണ്. 3 തവണ നമുക്ക് ചൊല്ലാം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കട്ടെ. ഈ ദിക്ർ നമുക്ക് കിട്ടാൻ കാരണം സ്വഹാബികളിലെ സിംഹഗർജനം മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവാണ്. അതാ സലാം പറഞ്ഞപ്പോ ഉസ്മാൻ എന്നവർ ഒരുപക്ഷെ കേൾക്കുകയും മടക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഹദീസ് നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു. ആ പിണക്കമുണ്ടായതിന്റെ പേരിൽ അത് പിണക്കമായിരുന്നില്ലെന്ന് പിന്നീട് മനസ്സിലായി. ഉസ്മാൻ എന്നവർ ആലോചിച്ചിരുന്ന ദിക്ർ എന്താണെന്ന് ആ സലാം പറഞ്ഞ സഅദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പഠിക്കുകയും മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സഅദ് എന്നവരോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. സഅദേ, അങ്ങ് സലാം പറഞ്ഞത് ഞാൻ കേട്ടില്ലായിരുന്നു. സഅദേ, മാപ്പാക്കി തരണം, പൊരുത്തപ്പെട്ടു തരണം. എത്ര മനോഹരമാണ് സ്വഹാബികളുടെ ജീവിതം. എന്ത് തെറ്റുകളും എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചാൽ തന്നെ മാപ്പ് തരണം, ക്ഷമിക്കണം. ക്ഷമ ചോദിക്കുന്നത്, സോറി എന്ന് പറയുന്നത്, അപ്പോളജൈസ് ചെയ്യുന്നത് എത്ര വലിയ അനുഗ്രഹമാണ്, എത്ര വലിയ നിഅമത്താണ്. വിഷമങ്ങൾ നീങ്ങുകയായി മുഅ്മിനീങ്ങൾക്ക് വിഷമം നീരാൻ, പ്രയാസങ്ങൾ ഒഴിവായി കിട്ടാൻ നബി തങ്ങൾ പഠിപ്പിച്ച ദുആയാണിത്. ലാ ഇലാഹ
إلا أنت سبحانك إني كنت من الظالمين ونادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين فنجيناه من الغم എന്ന് ഖുർആൻ ആ ദിക്ർ ചൊല്ലിയപ്പോഴാണ് യൂനുസ് നബിയെ ഞാൻ രക്ഷിച്ചത് എന്ന് പറയുകയുണ്ടായി. ആ പ്രാർത്ഥന ഒരിക്കലൂടെ ഹബീബിൽ നിന്ന് നമുക്ക് കിട്ടാൻ കാരണമായത് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ആണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.